യാത്രയിലുടനീളം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച ഒരാൾ മനാഫ്കയാണ്. അത്രയും ഒരു നിശ്ചയദാർഢ്യം യഥാർത്ഥത്തിൽ എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യമുണ്ട്. സംസാരവും പിന്നീട് അവനെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടതൊക്കെ അതെങ്ങനെ യഥാർത്ഥത്തിൽ ഉണ്ടായി? അതൊരു സാധാരണക്കാരനല്ലേ നമ്മൾ. സാധാരണക്കാരൻ ഒരു വാക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ രാഷ്ട്രീയക്കാരെ വാക്കുമായിരിക്കില്ല. വാക്ക് കൊടുക്കുന്നത്, വാക്ക് എന്നുള്ള വേർഡ് വളരെ സിമ്പിളാണ്. പക്ഷെ ആ വേർഡ് അനർത്ഥമാക്കണമെന്നുണ്ടെങ്കിൽ, അത് യാഥാർത്ഥ്യമാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഭയങ്കര വലിയ പെയിനുണ്ട്. ആ പെയിന് അത് പിന്നെയും മനസ്സിലേക്ക് വന്നു പോകണം. നിങ്ങൾ നോക്കി, ഞാൻ എൻ്റെ കാല് നോക്കി, കളറ് വരെ ശരീരത്തിൻ്റെ മാറി. മഴ ഓർമ്മയില്ലേനും വെയിൽ ഓർമ്മയില്ലേനും ഒന്നും ഓർത്തില്ല, ഫാമിലി ഓർത്തില്ല. ഒരേ വാശി കിട്ടണം എന്നുള്ളത്. ഇതിനാര് തടസ്സം നിൽക്കണതോ ഓരോടൊക്കെ ഞാൻ പിണങ്ങേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലറിയാം കിട്ടും, 100% കിട്ടും. ഞാൻ ആ പൊന്തിക്കുന്ന സമയത്ത് ഞാൻ ഒന്നും കാണാതാണ് പറഞ്ഞത്. എൻ്റെ വിശ്വാസം ചെയ്യുന്നത് ആ വണ്ടിൻ്റെ ഉള്ളിൽ അർജുനുണ്ടെന്ന്. എനിക്കൊരു ഫോൺ വന്നിട്ടൊന്നുമില്ല. ഞാൻ നിൽക്കണ ഗംഗാവലി പോയതിൻ്റെ തീരത്താ. ആ വണ്ടി പൊന്തുമ്പോൾ ഞാൻ ക്യാമറയിലേക്ക് നോക്കി പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ നോക്കിക്കോളി അർജുനുണ്ട് എന്നുള്ള. അതെൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം ആണ്. ആ വിശ്വാസത്തിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗമുണ്ട്. ഒരു ഉത്തരത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞു. തീർച്ചയായിട്ടും 72ാമത്തെ ദിവസം അവനെ കിട്ടുന്നത്. ഈ 72 ദിവസം എന്ന് പറയുന്നത് 72 കൊല്ലത്തിന് സമയം. നിരന്തര അപമാനവും അവഹേളനയും അതേമാതിരി തന്നെ തല്ലലും. ശരീരത്തിനേറ്റതിനെക്കാട്ടിയും വേദന മനസ്സിനേറ്റവും മുറിവ്. തുറന്നു ചോദിക്കുകയാണ്, കാരണം ഇതിനിടയ്ക്കും പല കുത്തുവാക്കുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി ഉണ്ടായിരുന്നു. നമ്മളിവിടെ പ്രചരിപ്പിക്കുന്നത് സ്നേഹമാണ്. അതായത് എന്തും സ്നേഹത്തിലൂടെ നമുക്ക് മറികടക്കാൻ കഴിയും. നമ്മളെ അടിച്ചോട്ടെ. ഞാൻ വീണ്ടും പറയണത്, അങ്ങനെ ഒരു പൂതിയുണ്ട്, അടിച്ചു തീർത്തോളി എന്ന് തന്നെ പറയുന്നത്. പകരം നമ്മൾ ഓനെ എടുത്തുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരൻ്റെ ഒരു പോരായ്മയോട് പറഞ്ഞിരുന്നു അല്ലേ? ഞാൻ തീർച്ചയായിട്ടും അമ്മനോടും അച്ഛനോടും വാക്ക് കൊടുത്തേ. ഇപ്പം എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു വലിയ ഭാരം ഇറങ്ങിയ ഒരിത്. പല ആളുകൾ കുത്തുവാക്ക് പറഞ്ഞപ്പോഴും ഇവിടെ വരെ എത്തിക്കാൻ വിചാരിച്ചില്ല. സന്തോഷമുണ്ട്. അതാണ് ശരിക്കും മനാഫ്ക. പലരും എഴുതിക്കൊണ്ട്, ഒരുപാട് വാക്കുകൾ മനാഫ്കയെക്കുറിച്ച് എഴുതിക്കൊണ്ട്. കാരണം ഇതുപോലൊരു സുഹൃത്തുണ്ടാവുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു തൊഴിലുടമയ്ക്ക് കീഴിൽ തൊഴിൽ ചെയ്യാൻ പറ്റുക, അങ്ങനെ അർജുൻ സംബന്ധിച്ച ഒരുപാട് നീണ്ട കാത്തിരിപ്പ്, ചോദ്യങ്ങളുടെ ഉത്തരം, അതൊക്കെ വലിയ പ്രയാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ അർജുനെ കണ്ടെത്തുക നമുക്കറിയാമായിരുന്നു ഒരു ഘട്ടത്തിന് ശേഷം എന്തായിരിക്കും ഉത്തരമെന്നത്. പക്ഷേ അപ്പോഴും അർജുനെ കണ്ടെത്തുക എന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട, നമ്മൾ അത്രയും കാത്തിരുന്നു മലയാളികൾ ഒന്നടങ്കം. ആ കൂട്ടത്തിൽ മനാഫ്കയെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് സുപരിചിതനാണ് മാൽപ്പെ. അദ്ദേഹവും നമ്മളോടൊപ്പം ചേരുകയാണ്. നിങ്ങൾ ഒരു കേരളത്തിൻ്റെ, കാരണം നമുക്കൊരു വേദനയുണ്ടെങ്കിൽ പോലും ഒരു ഉത്തരം കിട്ടി. അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു നന്ദി നിങ്ങളുണ്ട്. കാരണം തുടർച്ചയായിട്ട് ആ സ്ഥലത്തുണ്ടായിരുന്നു, ഒരുപാട് അധ്വാനിച്ചു. അതൊക്കെ തീർച്ചയായും ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ഞാൻ പറയേണ്ട എല്ലാ ഇയാളുടെ ക്രെഡിറ്റിൽ ഇവർ കിട്ടുന്നു. എന്താ പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ ജാതി മത ഭേദ വിട്ട് എല്ലാവരും പ്രാർത്ഥന പണി, ആ പ്രാർത്ഥന ഫലിച്ച് അതിലെ മുന്നാടി നമ്മളെ മൂന്നപ്പണ്ണ അവിടെ 72 days മഴ വരും ചളി വരും എല്ലാത്തിലെ അതേ ബാക്കത്തിൽ ഇരുന്നിട്ട് അവരൊരു മുതലാളിയായിട്ട് ഒരു ഡ്രൈവറിനെ എങ്ങനെ കൊണ്ടുവരണം ജഗത്തിലെ കണ്ടത്. എന്താ പറഞ്ഞാൽ 70 days അവിടെ നമ്മളെ ഒരു ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവർ എങ്ങനെ കണ്ടില്ലേ, അവരൊരു അനിയനായിട്ട് കണ്ട്. ഡ്രൈവറല്ല അത്, ഇവിടെ മൂന്നപ്പണ്ട ഒരു അനിയൻ പറഞ്ഞിട്ട് അവിടെ ഉള്ള ആളിന് 70 days അവിടെ ഇരുന്നിട്ട് അവർ അമ്മയ്ക്ക് ഞങ്ങളെല്ലാം കൊട്ട ഒരു വാക്കുണ്ട്, അമ്മേ നിങ്ങൾ ഒരു മോന് കണ്ടിപ്പായി നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരും. അതേ സമയത്ത് നമ്മളെല്ലാ ഒരു ആൾക്കാരെല്ലാം ആയിട്ട് ഇന്ന് ആംബുലൻസിൽ കൊണ്ടുവന്നു.
ഒരുപാട് ദിവസം അതിനുവേണ്ടി അധ്വാനിച്ചു. கண்டிப்பாக அது ஒருபாடு புத்திமுட்டு வெள்ளத்தில் கங்காவளியில் എത്ര പ്രശ്നം എല്ലാം ഒരു തലയെല്ലാം പറഞ്ഞാൽ മുതലേ കൊണ്ടുപോയി അതുകൊണ്ട് അതെല്ലാം അറിയത്തില്ല. എത്ര കഷ്ടം നമുക്ക് അറിയൂ, അത് ഇവർക്ക് അറിയൂ. ഞാൻ കണ്ണാലെ കണ്ടതാണ് ഈ മനുഷ്യന്റെ ത്യാഗം. മനാഫ്കയാണ് ഓരോ സമയത്തും അതെ കോണ്ടാക്ട് ചെയ്തത്. അതെ 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 അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മലയാളികൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റൂല എന്നൊരു ഈഗോ ക്ലാഷ് വന്നപ്പം കർണാടക അറിയപ്പെടുന്ന ഒരു റെസ്ക്യൂ പ്രവർത്തകനാണ്. അത് ലോകം കണ്ട് 9 നോട്ടിലൊന്നും ഒരാൾക്കും വെള്ളത്തിൽ നിൽക്കാൻ കഴിയൂല. നോർമൽ പുഴയല്ല, അതായത് കുത്തി ഒഴുകണായത് 9 നോട്ടിൽ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, മരങ്ങളുണ്ട്, കൊമ്പുണ്ട്, ചില്ലുണ്ട്, കമ്പിയുണ്ട്, ഷീറ്റുണ്ട്. ഇതുപോലും നോക്കാതെ മണ്ണിലും ആ വെള്ളത്തിലേക്ക് ചാടിയ മനുഷ്യനാ. ഇപ്പം ഗംഗാവലി പുഴേൻ്റെ ഓരോ മുക്കും മൂലയും അറിയണതാ. ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ഫുൾ ഒരു മാജിക് ഉണ്ട്. അതായത് നമ്മൾ ഈ പുഴയിലെ തെരച്ചിൽ ഒരിക്കലും സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്നു. ഈ പുഴയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് ഈ പുഴയിൽ ഒരുപാട് സാധനം ഉണ്ടെന്ന് കാണിച്ചു കൊടുത്ത് അത് എന്തായാലും ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുന്ന മാതിരി ആയിപ്പോയി. ഞാൻ ഇതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കാൻ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ മലയാളികൾ, അതായത് എനിക്ക് അതിനെക്കാളും മെയിൻ ഒരു മെസ്സേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, വിജയിക്കുക എന്ന് പറഞ്ഞ ഒരു മൂമെൻ്റ് ഒരു ജസ്റ്റ് ഒരു സെക്കൻഡിൻ്റെ മൂമെൻറ്റാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ വിജയിക്കുന്നതിന് മുന്നേ ഒരു വലിയൊരു ത്യാഗത്തിൻ്റെ ടൈമുണ്ട്, പരീക്ഷണത്തിൻ്റെ ടൈമുണ്ട്, അപമാനത്തിൻ്റെ ടൈമുണ്ട്. ആ ടൈമിന് ഇതുപോലത്തെ മനുഷ്യന്മാർ കൂടണം. இல்லை எந்த கைவிட்டில் அது கண்டிப்பாയിട്ട് മുനപ്പണ് എൻ്റെ കൈവിട്ടില്ല. നീ ബാ, നീ അമ്മ കൊടുത്ത ബാ. ഞാൻ ഇതോടുകൂടി തീരില്ല, നമ്മളെ പ്രശ്നം തീരില്ല. മലയാളി ആരാ, നമ്മൾ ഈ ഒത്തൊരുമ എന്താ എന്നുള്ളത് ഇന്ന് ലോകം മൊത്തം കാണും. ഒരു സാധാരണ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞ് പുച്ഛിച്ച മനുഷ്യന് ഇന്ന് അവസാന യാത്ര കൊടുക്കുന്നത് ലോകം മൊത്തം കണ്ടിട്ട് ഇതൊരു മാതൃക. ഇവിടെ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന വില എന്താണ് എന്നുള്ളത് ഇന്ന് ലോകം മൊത്തം നോക്കിക്കൊണ്ടിരിക്കുക. ഒരു ചെറിയ കാര്യമാണോ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞ് പുച്ഛിച്ച ആളെ അവിടുന്ന് ഒരു 600 കിലോമീറ്റർ ദൂരത്ത് നിന്ന് പോലീസിന്റെ അകമ്പടി, MLA അകമ്പടി, എല്ലാത്തിൻ്റെ അകമ്പടിയോട് മന്ത്രിമാരെ അകമ്പടി നോക്കണം. ഒരു മനുഷ്യന് നമ്മൾ കൊടുക്കണ വില, അത് സാധാരണക്കാരനെ കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു സാധനമാണല്ലോ. അതൊരു വലിയ സംഭവമാണ് നമ്മൾ കണ്ടത്. അതായത് മനാഫ്, മാൽപേ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകൾ യഥാർത്ഥത്തിൽ അർജുനുമായി ബന്ധപ്പെട്ട സെർച്ച് ഓപ്പറേഷൻ്റെ കാര്യത്തിൽ നമ്മൾ എന്നും ഓർക്കുന്ന പേരുകളാണ്. അവരോട് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കും. അർജുനെ നമുക്ക് ജീവനോടെ കണ്ടെത്താനായില്ല. വിവരങ്ങൾ നൽകിയത് ഈശ്വർ മാൽപേ, കർണാടകത്തിലെ ഏറ്റവും വിഖ്യാതനായ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ. യഥാർത്ഥത്തിൽ ഏറ്റവും രൗദ്രഭാവത്തിൽ ഗംഗാവലി പുഴ കിടക്കുമ്പോൾ അതിൻ്റെ 9 നോട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഗംഗാവലിപ്പുഴയുടെ അഗാധങ്ങളിൽ ഏറ്റവും അതിഭീകരമായ സാഹചര്യമുള്ള ഗംഗാവലിപ്പുഴയുടെ അഗാധങ്ങളിൽ മുങ്ങിത്തപ്പാൻ കരുത്തും ധൈര്യവും കാണിച്ച ഈ സഹോദരനാണ് ഈശ്വർ മാൽപേ. ഈശ്വർ മാൽപേ കണ്ണീർ പൂക്കൾ അർപ്പിക്കാൻ അർജുൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. അതുപോലെ മനാഫ്, ഒരു ലോറി മുതലാളി എന്ന് നമുക്ക് അദ്ദേഹത്തെ പറയാമെങ്കിലും ഒരു ലോറി ഡ്രൈവറോട് ഒരു മുതലാളിക്ക് എത്രമാത്രം കടുത്ത സ്നേഹമുണ്ടാകാൻ കഴിയും, അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമായി ഈ മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. അണമുറിയാത്ത സ്നേഹത്തിൻ്റെ പ്രവാഹമായി മനാഫ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.